പെഗാസസ് എന്ന പറക്കുന്ന വെള്ളക്കുതിരയുടെയും ബെല്ലറാഫോൺ എന്ന പേരായ ഒരു പോരാളിയുടെയും കഥയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. പുരാതന രാജ്യമായ ലൈസിയയിൽ ചീമേര എന്നു പേരുള്ള ഒരു ഭീകര സർപ്പം ജീവിച്ചിരുന്നു. തലയുടെ സ്ഥാനത്ത് സിംഹത്തിന്റെ തലയും സർപ്പത്തിന്റെ വാലുമുള്ള ഇവൾ വാ തുറന്ന് ശ്വസിക്കുമ്പോഴെല്ലാം അഗ്നി ആളിക്കത്തുന്ന തരത്തിൽ വർഷിച്ചുകൊണ്ടാണ് ഇവൾ ജീവിച്ചിരുന്നത്. ഈ ചിമേര പുറത്തിറങ്ങി നടക്കുമ്പോഴെല്ലാം വയലുകളൊക്കെ കറുത്തു പോവുകയും ഇവൾ ശ്വാസം വിടുമ്പോൾ പർവ്വതങ്ങളിലെ മുകളിലെ മരങ്ങളെല്ലാം കരിഞ്ഞു പോവുകയും ചെയ്യുന്നത് കാരണം ജനങ്ങൾ ഇവളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി രാജാവിനോട് അപേക്ഷിച്ചു. രാജാവ് തടങ്കലാക്കിയിരുന്ന ബെല്ലറാഫോൺ കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും അയാളെ വെറുതെ വിടണമെങ്കിൽ ചിമേരയെ കൊന്നാൽ അയാളെ തടവറയിൽ നിന്ന് മോചിപ്പിക്കാമെന്ന് രാജാവ് പറയുന്നു. ഒറ്റയ്ക്ക് ഈ രാക്ഷസനെ നേരിടാൻ കഴിയില്ല എന്നറിയാമായിരുന്ന ബെല്ലറാഫോൺ അവിടമാകെ കറങ്ങി നടക്കുകയും ആകാശത്തേക്ക് നോക്കി നെടുവീർപ്പിടുകയും ചെയ്യുന്നു. അപ്പോഴാണ് പർവ്വതങ്ങളിൽ നടന്നുകൊണ്ടിരുന്ന പെഗാസസ് എന്ന് പറയുന്ന ചിറകുകളുള്ള വെള്ള കുതിരയുടെ കാര്യം നമ്മുടെ ബെല്ലറാഫോണിന് ഓർമ്മ വന്നത്. ഈ കുതിരയെ ഓർത്തുകൊണ്ട് രാത്രി കിടന്നുറങ്ങിയ ബെല്ലറാഫോണിനോട് ദയ തോന്നിയ അദീനാദേവി സ്വർണ്ണ നിറത്തിലുള്ള ഒരു കടിഞ്ഞാൻ ബെല്ലറാഫോണിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നു. രാവിലെ ഉറക്കമുണർന്ന ഈ കടിഞ്ഞാൻ കണ്ട ബെല്ലറാഫോൺ നേരെ പെഗാസസ് ഉള്ള ഇടത്തേക്ക് ചെല്ലുകയും അതിഭീകരനായ കുതിരയുടെ അടുത്തെത്തുകയും ഈ കടിഞ്ഞാൻ കുതിരയുടെ പുറത്ത് സ്പർശിക്കുകയും ചെയ്യുന്നു. അതോടുകൂടി പെഗാസസ് ബെല്ലറാഫോണുമായിട്ട് സൗഹൃദത്തിലാവുകയും ഈ ബെല്ലറാഫോൺ പെഗാസസിന്റെ മുകളിൽ കയറി കുന്തങ്ങളുമായി ചിമേരയെ നേരിടുവാൻ പുറപ്പെടുകയും ചെയ്യുന്നു. ചിമേര താമസിക്കുന്ന ഇടത്തെത്തിയതോടുകൂടി ഇവരെ കണ്ട ചിമേര അട്ടഹസിക്കുകയും തീജ്വാലകൾ ആകാശത്തേക്ക് വരികയും നമ്മുടെ ബെല്ലറാഫോണിന്റെ ഒരു കുന്തം കരിഞ്ഞു പോവുകയും പെഗാസസിന്റെ ചിറകുകൾ ഉരുകിപ്പോകാൻ തുടങ്ങുകയൊക്കെ ചെയ്യുന്നു. ഇതിനിടയിൽ ബെല്ലറാഫോൺ തന്റെ ഒരു കുന്തത്തിൽ ഒരു ഈയ കഷ്ണം കെട്ടിവെച്ച് ഈ ചിമേര ശ്വാസമെടുക്കുന്നതിന്റെ ഇടവേളയിൽ പെഗാസസുമായി ചേർന്ന് നേരെ താഴേക്ക് കുതിച്ച് ചിമേരയുടെ കഴുത്തിൽ ഈ കുന്തം കുത്തി ഇറക്കുന്നു. ചിമേറയുടെ ശ്വാസമേറ്റ് ഈയ മുരുങ്ങി ചിമേറയുടെ ശ്വാസകോശത്തിലേക്ക് പോയി ചിമേറ മരിച്ചു പോവുകയും ചെയ്യുന്നു. ഇതോടുകൂടി നാട്ടുകാരെല്ലാം ബെല്ലറാഫോണിനെ ഒരു വലിയ വീരനായി വാഴ്ത്തുകയും പെഗാസസിനെ ദൈവീക അടയാളമായി ഏറ്റെടുക്കുകയും ചെയ്തു. ഇതിനൊടുവിൽ കുറെ നാളുകൾക്ക് ശേഷം പെഗാസസിന്റെ പുറത്ത് കയറി ബെല്ലറാഫോൺ നേരെ ദൈവങ്ങളുടെ നാട്ടായ ഒളിമ്പസിലേക്ക് പോകാൻ ശ്രമിക്കുകയും സിയൂസ് ഒരു ചെറിയ പ്രാണിയെ അയച്ച് പെഗാസസിനെ കുത്തിക്കുകയും അതോടുകൂടി ബെല്ലറാഫോൺ ഭൂമിയിലേക്ക് വീഴുകയും പെഗാസസ് ആകാശത്തേക്ക് ഉയർന്ന് നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമായി മാറുകയും ചെയ്തു എന്നാണ് ഇതിഹാസം പറയുന്നത്.